എൻ്റെ പേര് ക്രിസ്പിൻ കൊച്ചിക്കാരൻ. എൻ്റെ വീട് ആലപ്പുഴയിലാണ്. കൊച്ചിക്കാരൻ എന്നുള്ളത് എൻ്റെ വീട്ടുപേരാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്, തോപ്പുംപടി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഞാൻ കത്തോലിക്ക സഭയിലെ സന്യാസ സമൂഹമായ കപ്പൂച്ചിൻ സഭ, ആ സഭയിൽ ഞാൻ 22 വർഷത്തോളം ഉണ്ടായിരുന്നു. അതിൽ 9 വർഷം പുരോഹിതനായിരുന്നുകൊണ്ട് കപ്പൂച്ചിൻ മിഷൻ ധ്യാനത്തിൻ്റെ ധ്യാനഗുരുവായി ഞാൻ പ്രവർത്തിച്ചു. ഒരു ധ്യാനഗുരു എന്നുള്ള നിലയിൽ കേരളത്തിന് അകത്തും പുറത്തും, ഇന്ത്യക്ക് അകത്തും പുറത്തും രൂപതകളിൽ, ഇടവകളിൽ ധ്യാനിപ്പിക്കാൻ പോവുക പതിവാണ്. അതിലൊരു ദിവസം യേശുവിൻ്റെ അമ്മയായ വിശുദ്ധ മറിയത്തെക്കുറിച്ചുള്ള ക്ലാസ്സാണ്. അന്ന് ഏറ്റവും കൂടുതൽ ഞാൻ അറ്റാക്ക് ചെയ്തിരുന്നത് പെന്തക്കോസ് കൂട്ടായ്മകളെയാണ്. ഞാൻ പഠിപ്പിച്ചത്, ഈ കറുത്ത പുസ്തകമായിട്ട് ആര് വീട്ടിൽ വരുന്നോ, അതായത് പാസ്റ്റർമാർ വീട്ടിൽ വന്നാൽ അവരെ വീട്ടിൽ കയറ്റരുത്. പെന്തക്കോസ് പ്രാർത്ഥനയിൽ പോയാൽ സഭയിൽ നിന്ന് പുറത്താക്കും, പള്ളിയിൽ നിന്ന് പുറത്താക്കും. പെന്തക്കോസ് പ്രാർത്ഥനയ്ക്ക് പോയാൽ നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ അത് നടത്തിത്തരാൻ ആരും ഉണ്ടാകത്തില്ല. പിന്നെ പെന്തക്കോസ് സഭ എന്ന് പറയുന്നത് അമ്മയില്ലാത്ത സന്തതികളാണ്. അതുകൊണ്ട് 5 മിനിറ്റ് നീ അവനുമായിട്ട് സംസാരിച്ചാൽ, അതായത് ഒരു പാസ്റ്ററുമായിട്ട് സംസാരിച്ചാൽ, 6ാമത്തെ മിനിറ്റ് അവർ നിന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് നിങ്ങളെ പെന്തക്കോസിൽ ചേർക്കും. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ കർത്താവിൻ്റെ സഭയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് വിശുദ്ധ പൗലോസിൻ്റെ സാക്ഷ്യത്തിലേക്ക് അല്പനേരം പോകാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 5 മുതലുള്ള തിരുവചനങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എല്ലാവരും ബൈബിൾ എടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 5 മുതൽ 16 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഇവിടെയാണ് വിശുദ്ധ പൗലോസിൻ്റെ സാക്ഷ്യം താൻ പറയുന്നത്. അതിങ്ങനെയാണ്, ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നല്ലോ. 8-ാം നാളിൽ പരിച്ഛേദനമേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായിൽ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ചെയ്തമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു അവനിൽ ഇരിക്കേണ്ടതിന് അവൻ്റെ മരണത്തോടും അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വച്ചും ഞാൻ
അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു. ലഭിച്ചു കഴിഞ്ഞെന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നിത്യന് പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രൻ മുഖാന്തരം വിശുദ്ധ പൗലോസിന് കൊടുത്ത സ്വാതന്ത്ര്യത്തിനായി സ്തോത്രം, വിടുതലിനായി സ്തോത്രം. വിശുദ്ധ പൗലോസ് വിടുവിക്കപ്പെട്ടതുപോലെ, സ്വതന്ത്രനാക്കപ്പെട്ടതുപോലെ ഈ തിരുവചന പ്രകാരം ഞങ്ങൾക്ക് തരുന്ന സ്വാതന്ത്ര്യത്തിനായി, വിടുതലിനായി നന്ദി പറയുന്നപ്പാ. വിശുദ്ധ പൗലോസിനെ പോലെ സകലതും ചപ്പും ചവറുമായി എണ്ണി നിങ്കിലേക്ക് നോക്കി പ്രകാശിതരായി മുഖം ലജ്ജിച്ചു പോകാതെ ഞങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം പൂർത്തീകരിക്കുവാൻ പരിശുദ്ധാത്മാ ദൈവമേ ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പി ലേഖനം 3:5 വാക്യം മുതലുള്ള ആ സാക്ഷ്യത്തിൽ വിശുദ്ധൻ പറയുകയാണ്, 8-ാം നാളിൽ പരിച്ഛേദനമേറ്റവൻ. 8-ാം നാളിൽ പരിച്ഛേദനമേറ്റവൻ കാണേണ്ടവനെ കണ്ടപ്പോൾ, അറിയേണ്ടവനെ അറിഞ്ഞപ്പോൾ, തൊടേണ്ടവൻ തൊട്ടപ്പോൾ പൗലോസിന്റെ ആന്തരിക കണ്ണ് തുറന്നു കിട്ടി. ആന്തരിക കണ്ണ് തുറന്നു കിട്ടിയ പൗലോസ് ആദ്യം ചെയ്തതെന്താ? 3-ാം നാളിലാണ് കർത്താവിനെ എൻകൗണ്ടർ ചെയ്തപ്പോൾ ഉണ്ടായ സംഭവം. കുതിരപ്പുറത്തുനിന്ന് അടിച്ച് താഴെ വീഴുകയാണ്. അവിടെ കിടന്ന് ഈ യുദ്ധവീരൻ, പടയാളി, ക്രിസ്ത്യാനികളെ മുടിക്കാനായി ഇറങ്ങിപ്പുറപ്പെട്ടവൻ താഴെ കിടന്ന് ചോദിക്കുക, ലോർഡ് ഹൂ ആർ യു? ദ ഫസ്റ്റ് എൻകൗണ്ടർ പൗലോസിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള അനുഭവമാണ്. 12 ജ്ഞാനികളെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. അതിൽ ഒരു ജ്ഞാനിയാണ് വിശുദ്ധ പൗലോസ്. ഈ ജ്ഞാനിയാണ് തലയും കുത്തി താഴെ കിടക്കണേ. അവൻ ചോദിക്കുകയാണ്, ലോർഡ് ഹൂ ആർ യു? സ്വർഗം കൊടുക്കുന്ന മറുപടി, നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാകുന്നു ഞാൻ. അങ്ങനെ അന്ധനായി മാറിയ പൗലോസിന്റെ ആന്തരിക കണ്ണ് 3-ാം നാളിൽ തുറക്കുകയാണ്. അങ്ങനെ കണ്ണ് തുറന്നു കിട്ടിയ പൗലോസ് ചെയ്തത് സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്ന്. 8-ാം നാളിൽ പരിച്ഛേദനമേറ്റവൻ മതതീവ്രവാദി, യഹൂദ മതത്തിലെ ആചാരം അനുഷ്ഠിച്ചവൻ എന്തിന് സ്നാനപ്പെട്ടു? യേശുക്രിസ്തുവിനെ അറിയേണ്ടതുപോലെ അറിയേണ്ടവൻ, അവന്റെ സ്പർശനമേൽക്കുന്നവൻ അടുത്ത സ്റ്റെപ്പ് എണീറ്റിട്ട് ചെയ്യേണ്ടത് സ്നാനപ്പെടണം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറ. ശിശുക്കളെ അല്ല സ്നാനപ്പെടുത്തേണ്ടത്, വിശ്വസിക്കുന്നവരെയാണ് സ്നാനപ്പെടുത്തേണ്ടത്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറയുമ്പം ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആളാണെങ്കിൽ ഒന്ന് നെഞ്ചത്ത് കൈവച്ചിട്ടൊന്ന് പറയണം, ശിശു സ്നാനം തെറ്റാണ് 100%. അപ്പോൾ വിശുദ്ധ പൗലോസ് സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്ന്. പക്ഷെ ഇന്നും പൗലോസിന്റെ കാര്യത്തിൽ പൗലോസിന്റെ പേരും പറഞ്ഞ് പൗലോസിനെ മോഡലാക്കിക്കൊണ്ട്, റോൾ മോഡലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന അനവധി ആൾക്കാർ ഈ ഭൂമിയിലുണ്ട്. പക്ഷെ അവരാരും സ്നാനപ്പെട്ടിട്ടില്ല. പൗലോസ് കർത്താവിനോട് സ്നാനപ്പെട്ട് ചേർന്ന പോലെ പൗലോസിനോടാണ് ഇവര് അനുധാവനം ചെയ്യുന്നത്, പൗലോസിനെയാണ് അനുധാവനം ചെയ്യുന്നത്. ഇവിടെ കണ്ണ് തുറക്കേണ്ടതാ. പൗലോസ് സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്നെങ്കിൽ പിന്നെ എന്തിന് നമ്മൾ കാത്തു നിൽക്കണം? പൗലോസ്
വെള്ളത്തിലിറങ്ങി മുഴുകൽ സ്നാനം സ്വീകരിച്ചതുപോലെ കർത്താവിനെ അറിയുന്നവൻ, കർത്താവിന്റെ സ്പർശനമേൽക്കുന്നവൻ, ആന്തരിക കണ്ണ് തുറന്നു കിട്ടുന്നവൻ സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരണം. അപ്പൊ 8-ാം നാളിൽ പരിച്ഛേദനമേറ്റവൻ ഇസ്രായേൽ ജാതിക്കാരൻ, ദൈവത്തിന്റെ സ്വന്തം ജനത്തിൽ നിന്ന് വരുന്നവനാണ്. ഇസ്രായേൽ ജാതി ഇന്നും അങ്ങനെ തന്നെയാണ്. എന്നാൽ വചനം പറയുന്നത് പുതിയ നിയമ ഇസ്രായേൽ അത് നമ്മളാണ് കർത്താവിന്റെ യഥാർത്ഥ ജനം, രാജകീയ പൗരോഹിത്യമുള്ള അവന്റെ സ്വന്തം ജനം. അപ്പൊ ഇസ്രായേൽ ജാതിക്കാരൻ ബെന്യാമിൻ ഗോത്രക്കാരൻ. വിശുദ്ധ പൗലോസ് തന്റെ കുടുംബ പാരമ്പര്യം പറഞ്ഞു വരികയാണ്. യാക്കോബിന്റെ കുടുംബത്തിൽ നിന്ന് ഉള്ള ആ പാരമ്പര്യത്തിൽ നിന്ന് ബെന്യാമിൻ ഗോത്രക്കാരനായിരുന്നു വിശുദ്ധ പൗലോസ്. ബെന്യാമിൻ ഗോത്രക്കാരൻ തൻ്റെ ആ പാരമ്പര്യം പറയുക. ഞാൻ ഈ 2 പാരമ്പര്യം പറയുന്ന നമ്മളൊക്കെ പാരമ്പര്യം പറയാൻ ഭയങ്കര മിടുക്കരാണ്. 8-ാം നാളിൽ പരിച്ഛേദനമേറ്റ ഇസ്രായേൽ ജാതിക്കാരൻ ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ, ഹൂ ഈസ് എ ഹീബ്രു. എബ്രായൻ എന്ന് പറഞ്ഞാൽ ജീവനുള്ള ദൈവത്തെ മാത്രം ആരാധിക്കുന്നവൻ. വിശുദ്ധ പൗലോസ് ജീവനുള്ള ദൈവത്തെ തന്നെ ആരാധിച്ചത്, പക്ഷേ യേശു ആരാണെന്ന് അറിയത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മൂകവിഗ്രഹത്തിന്റെ മുമ്പിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ വരണം. ആ ആത്മാവ് ഉള്ളിൽ വന്നാൽ മാത്രമേ ദൈവം അരൂപിയാണെന്നും ദൈവം വസിക്കുന്നത് മനുഷ്യനിർമ്മിതമായ ഒന്നിലുമല്ല എന്നുള്ള വെളിപ്പാട് കിട്ടുകയുള്ളൂ. ആ വെളിപ്പാട് തരുന്നത് പരിശുദ്ധാത്മാവ് ദൈവമാണ്. അങ്ങനെ എബ്രായിൽ ജനിച്ച എബ്രായൻ ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ എന്ന് വെച്ചാൽ ഗമാലിയൻ എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞന്റെ കൈക്കീഴിൽ ദൈവവചനം പഠിച്ചവനാണ് വിശുദ്ധ പൗലോസ്. സ്തോത്രം. അപ്പോൾ വചനം അറിയാം. വചനം അറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ മക്കളെ ഉപദ്രവിച്ചിരുന്ന വ്യക്തിയാണ്. സ്തോത്രം. അപ്പോൾ ഇത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. എല്ലാവരുടെ കയ്യിലും ബൈബിൾ ഉണ്ടെന്നേ, എല്ലാവരുടെ കയ്യിലും ബൈബിളുണ്ട്. പക്ഷെ ആ ബൈബിളിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് ദൈവം പറയുന്ന കാര്യം അനുസരിച്ചാൽ നീ വിവരം അറിയും. നിന്റെ കുടുംബക്കാർ നിന്നെ വെറുതെ വിടത്തില്ല. നീ ചേർന്ന് നിൽക്കുന്ന സമൂഹം നിന്നെ വെറുതെ വിടത്തില്ല. അവർ നിന്നെ ഉപദ്രവിക്കും, അവർ നിന്നെ ഒറ്റപ്പെടുത്തും, കുറ്റപ്പെടുത്തും, കുടുംബത്തിൽ നിന്ന് ഇറക്കും. ഇന്നും കർത്താവിനെ പീഡിപ്പിക്കുന്നവർ വിജാതീയരല്ല, സ്വജാതീയരാണ്. പെന്തക്കോസ് അനുഭവത്തിൽ പോയി, പെന്തക്കോസ് ആരാധനയ്ക്ക് പോയി എന്ന ഒറ്റ കാരണത്താൽ ഇപ്പോഴും പീഡനങ്ങൾ അനുഭവിക്കുന്ന മക്കൾ പല പല കുടുംബങ്ങളിലുണ്ട്. എങ്കിലും അവരിൽ പലരും, ചിലരൊക്കെ മനുഷ്യഭയമാവുന്ന കെണിയിൽ വീണ് പിന്മാറ്റത്തിലേക്ക് പോയിട്ടുണ്ട്. എങ്കിലും പരിശുദ്ധാത്മാവിന്റെ സ്പർശനമേറ്റിട്ടുള്ള ഒരൊറ്റ കുഞ്ഞ് മുന്നോട്ട് വെച്ച കാല് പുറകോട്ട് വലിച്ചിട്ടില്ല. കാരണം അവരെ നയിക്കുന്നത് ഒരു മനുഷ്യന്റെ ശക്തിയല്ല, പരിശുദ്ധാത്മാവായ ദൈവമാണ്. ചേർന്ന് ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറയാ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാ. ഹല്ലേലൂയ. യെസ്. നമ്മൾ ഈ ഡിജിറ്റൽ മീഡിയയിലാണെങ്കിലും നമ്മൾ എവിടെയാണോ ആയിരിക്കുന്നത് ദൈവം നമ്മളെ കാണുന്നുണ്ട്. കാരണം 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടുന്ന അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. പരിശുദ്ധാത്മാവിന്റെ ദൈവം നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ മധ്യത്തിലുണ്ട്. തുടർന്ന് താൻ പറയുന്നത് ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ. ഈ വിശുദ്ധ പൗലോസിനെ പോലെ ഞാനും ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവനായിരുന്നു. എങ്ങനെയായിരുന്നു? നമുക്കറിയാം വിശുദ്ധ പൗലോസ് ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചത്. അത് വിശുദ്ധ പൗലോസ് തന്നെ പറയുന്നുണ്ട് എവിടുന്നാണ് തനിക്ക് ഈ ശക്തി കിട്ടിയതെന്ന്. നമുക്ക് ഗലാത്യ ലേഖനത്തിലേക്ക് പോകാം. ഗലേഷ്യൻസ് ചാപ്റ്റർ 1, ഗലാത്യ ലേഖനം 1-ാം അധ്യായം
അതിൻ്റെ 13, 14, 15 വാക്യങ്ങളിലാണ് വിശുദ്ധ പൗലോസ് എങ്ങനെയാണ് കർത്താവിൻ്റെ സഭയെ ഉപദ്രവിക്കാനുള്ള ആ ദുഷ്ടശക്തി തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് പറയുന്നുണ്ട്. യഹൂദ മതത്തിലെ എൻ്റെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്തായിരുന്നു? ശുഷ്കാന്തിയെ സംബന്ധിച്ച് ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചവനാണ്, മുടിച്ചവനാണ്, പലരുടെയും കൊലപാതകത്തിന് സാക്ഷിയായിരുന്നു. അപ്പോൾ യഹൂദ മതത്തിലെ എൻ്റെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിൻ്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിക്കുകയും എൻ്റെ പിതൃപാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറി. അവിടെയാ ശ്രദ്ധിക്കേണ്ടത്. പൗലോസിന് ദൈവത്തിൻ്റെ സഭയെ ഉപദ്രവിക്കാനുള്ള ശക്തി കിട്ടിയത് തൻ്റെ പാരമ്പര്യത്തിൽ നിന്നാ. ഈ പാരമ്പര്യത്തിൻ്റെ ശക്തി ഇന്നും നമ്മുടെ സമൂഹങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. ഇന്നും എൻ്റെ കർത്താവിൻ്റെ, നമ്മുടെ രക്ഷകൻ വരാൻ ഇനി അധികം സമയമില്ലല്ലോ. ഇപ്പോഴും പള്ളികളിൽ വിളിച്ചു പറയും, പെന്തക്കോസ്തക്കാരുമായിട്ട് ഒരു സഹകരണവും പാടില്ല, അവരെ വീട്ടിൽ കയറ്റരുത്. വെറുപ്പിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിഷം കുത്തിവെക്കുന്ന പല പുരോഹിതന്മാരിന്നുണ്ട്. അങ്ങനെ ഒരു പുരോഹിതനായിരുന്നു ഞാനും. സ്തോത്രം. അപ്പോൾ ഈ പിതൃപാരമ്പര്യത്തിൽ നിന്നാണ് പൗലോസിന് ഈ ശക്തി കിട്ടിയത്. എരിവെന്നാ പറഞ്ഞിരിക്കുന്നത്. ഓരോ ദിവസവും പലരും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാറുണ്ടോ? ഞാൻ എൻ്റെ അനുഭവം പങ്കുവയ്ക്കുമ്പോൾ അവരും പറയാറുണ്ടോ, ഈ പെന്തക്കോസ് അനുഭവത്തിൽ വന്ന ഒറ്റ കാരണം കൊണ്ട് കുടുംബത്തിൽ നിന്ന് വരുന്ന പീഡനങ്ങൾ, സമൂഹത്തിൽ നിന്ന് വരുന്ന കുത്തുവാക്കുകൾ. സ്തോത്രം. ഒരുത്തനെ വടിവാൾ വെച്ച് വെട്ടിയെന്ന് കരുതി അവൻ്റെ ശരീരത്തിനെ മുറിവുള്ള, പക്ഷെ ഈ കുത്തുവാക്കും ഒറ്റപ്പെടുത്തലും എന്ന് പറയുന്നത് ഈ ആയുധത്തെക്കാൾ ആഴത്തിലുള്ള മുറിവാണ്. അത് ആ വേദന സഹിക്കണമെങ്കിൽ ദൈവാത്മാവ് കൂടെ ഇരുന്നാൽ മാത്രമേ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ മനസ്സുമെടുത്ത് വിട്ടുപോകും. എന്നാൽ ഈ പിതൃപാരമ്പര്യത്തിൽ നിന്നുള്ള ആ ഒരു എരിവ് കിട്ടി പൗലോസ് ചെയ്തത് എന്താണ്? എൻ്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദമതത്തിൽ അധികം മുതിരുകയും ചെയ്തു. യഹൂദമതമാണ് സത്യമതമെന്നും മറ്റുള്ളതിനെയെല്ലാം ഒതുക്കിയേക്കണം എന്നുള്ള ആ ഒരു ദുഷ്ടശക്തി വരുന്നത് പിതൃപാരമ്പര്യത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് വിശുദ്ധ പത്രോസ് പറയുന്നത്, വ്യർത്ഥമായ പാരമ്പര്യത്തിൽ നിന്നാണ് കർത്താവ് നമ്മളെ വിടുവിച്ചതെന്നാ. അപ്പൊ ഈ പാരമ്പര്യ കെട്ടെന്ന് പറയുന്നത് മന്ത്രവാദത്തെക്കാളും കൂടോത്രത്തെക്കാളും ശക്തിയേറിയ കെട്ടാണ്. ആ കെട്ടിൽ നിന്ന് അഴുകിയെന്ന് പറയുന്നത് അത് ഒരു മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. ആ കെട്ടിൽ നിന്ന് വിടുവിക്കപ്പെടണമെങ്കിൽ റിയലായിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ സ്പർശനം തന്നെ വരണം. എങ്കിൽ മാത്രമേ യോശുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ കർത്താവിനെ ആരാധിക്കും. അപ്പോൾ പൗലോസിന് കർത്താവിൻ്റെ സഭയെ ഉപദ്രവിക്കാനായിട്ട് കിട്ടിയ ശക്തി തൻ്റെ പിതൃപാരമ്പര്യത്തിൽ നിന്നായിരുന്നു. അതുപോലെ ഞാൻ വളർത്തപ്പെട്ട ആ കാത്തലിക് സമൂഹത്തിൽ നിന്നുള്ള ആ ഒരു ടീച്ചിങ്, ഒരു പ്രത്യേക ടീച്ചിങ് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് പെന്തക്കോസ്തിന് വിരോധമായിട്ടുള്ള ഒരു പഠിപ്പിക്കൽ. ആ ഒരു ട്രെയിനിങ്ങിൽ തന്നെയാണ് ഞാനും വന്നത്. അങ്ങനെ ധ്യാനിപ്പിക്കാൻ പോകുന്ന സമയത്ത് പള്ളികളിൽ പോകുമ്പം ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിരുന്നത് പെന്തക്കോസ്ത് സഭകളെയാണ്. നെയ്യാറ്റിൻകര രൂപത തുടങ്ങിയപ്പോൾ വിൻസെന്റ് സാമുവൽ ബിഷപ്പ് എന്നോട് പറഞ്ഞു, അത് നെയ്യാറ്റിൻകര രൂപതയിലെ കത്തീഡ്രൽ പള്ളിയാണ് നെയ്യാറ്റിൻകര ടൗണിലുള്ളത്. ആ പള്ളിയിൽ വിൻസെൻ്റ് അച്ഛൻ എന്നെ ധ്യാനിപ്പിക്കാനായിട്ട് വിളിച്ചു. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ അന്നത്തെ ബിഷപ്പ് വിൻസെൻ്റ് സാമുവലൻ ബിഷപ്പ് ഹൗസിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ക്രിസ്പിനച്ചാ, ഇവിടെ നമ്മുടെ ഇടവകളിൽ ഈ പെന്തക്കോസ്തക്കാരുടെ ശല്യം ഭയങ്കരമാണ്ടോ. അപ്പോൾ താൻ ഒരു കാര്യം ചെയ്യണം, ഇടവകളിൽ പോകുമ്പം ഈ പെന്തക്കോസ്തക്കാരെ ഒന്ന് കൈകാര്യം ചെയ്യണം. അങ്ങനെ പെന്തക്കോസ്തക്കാരെ കൈകാര്യം ചെയ്ത് അവസാനം കർത്താവ് എന്നെയും കൈകാര്യം ചെയ്തു.
അതാണ് കർത്താവിൻ്റെ പ്രത്യേകത. കർത്താവിൻ്റെ സഭയെ ആര് തൊടുന്നോ, കർത്താവിൻ്റെ മക്കളെ ആര് ഉപദ്രവിക്കുന്നോ, അവനെ കർത്താവ് തൊട്ടിരിക്കും. അതിലൊരു സംശയമില്ല. ഇന്നും ആ ചരിത്രം ആവർത്തിക്കുകയാണ്. സ്തോത്രം. രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന പല പുരോഹിതന്മാരുണ്ട് കാത്തലിക് ചർച്ച് എന്ന്. അവരിൽ മിക്കവരും തന്നെ ധ്യാനഗുരുക്കന്മാരായിരുന്നു, പെന്തക്കോസ്ത് വിരോധികളായിരുന്നു. അവരെയും കർത്താവ് തൊട്ടു. അവിടെ പുതിയ തെരുവെന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പള്ളിയിലായിരുന്നപ്പോൾ ആലപ്പുഴ രൂപതയിലെ ഒരു പുരോഹിതനായ റാഫി, അദ്ദേഹം അന്ന് ആലപ്പുഴ രൂപതയിലെ കരിസ്മാറ്റിക്കിൻ്റെ ആ ഒരു കൊയർ നടത്തുന്ന സമയത്ത് ഞാനും കൊയറിലുണ്ടായിരുന്നു. അന്ന് ഞാൻ വായിച്ചിരുന്നത് ഗിറ്റാറാണ്. അവൾ അച്ഛൻ ഒരു പാട്ടുകാരനാണ്, പാട്ടൊക്കെ എഴുതും. അങ്ങനെ ഇദ്ദേഹം പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്ന കണ്ണൂർ പുതിയ തെരുവെന്ന് പറയുന്ന സ്ഥലത്ത് ന്യൂ ലൈഫ് ഫെലോഷിപ്പിലെ പാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ അച്ഛൻ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് ഞങ്ങൾ തമ്മിലുള്ള പഴയ പരിചയം ഒന്ന് പുതുക്കാൻ പോയതാണ്. ദാറ്റ് വാസ് മൈ ടേണിംഗ് പോയിന്റ്. അച്ഛൻ പെന്തക്കോസ്ത് പാസ്റ്ററാണെന്നറിയാം. കണ്ണൂരിലായിരിക്കുമ്പോൾ ആ രൂപതയിലെ പള്ളികളിൽ ധ്യാനിപ്പിക്കാൻ പോകുമ്പം ദൈവമക്കളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ അച്ഛനെ കാണുന്നത്. അവൾ അച്ഛനെ കണ്ട് ആ പഴയ പരിചയം പുതുക്കി ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹവുമായിട്ട് കണ്ടുമുട്ടും. അപ്പോഴൊക്കെ ഈ റാഫി എന്ന് പറയുന്ന കത്തോലിക്ക പുരോഹിതനായിരുന്ന ഈ ദൈവദാസൻ ബൈബിളിൽ നിന്നാണ് എന്നോട് സംസാരിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ക്രിസ്മനിച്ച ഈ 2000-ൽ അച്ഛനെ പൂർണ്ണസമയ സുവിശേഷ വേലക്കായിട്ട് കർത്താവ് വിളിക്കുകയാണ്. അതുകൊണ്ട് അച്ഛനൊരു കാര്യം ചെയ്യണം, ദൈവമക്കളെ ഉപദ്രവിക്കുന്ന പരിപാടി നിർത്തിയിട്ട് അച്ഛൻ സ്നാനപ്പെടണം. ശ്രദ്ധിക്കണം, ദൈവമക്കളെ ഉപദ്രവിക്കുന്ന പരിപാടി നിർത്തിയിട്ട് അച്ഛൻ സ്നാനപ്പെടണം. ഞാൻ പറഞ്ഞു, റാഫി, ശിശുവായിരുന്നപ്പോൾ നമ്മൾ സ്നാനപ്പെട്ടതാണ്, ഇനി ഒരു സ്നാനത്തിൻ്റെ ആവശ്യമില്ല. അപ്പം അദ്ദേഹം മർക്കോസ് 16:16 വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഈ വചനപ്രകാരം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഈ വചനപ്രകാരമല്ല നമ്മൾ സ്നാനപ്പെട്ടിരിക്കുന്നെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികളുമല്ല, ക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, കുറച്ച് സമയം പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയ്ക്കായി ചെലവഴിക്കുക, ദൈവാത്മാവ് സംസാരിക്കും, ദൈവാത്മാവ് സംസാരിച്ചാൽ മാത്രം സ്നാനപ്പെട്ടാൽ മതി. അപ്പോൾ ഞങ്ങൾ ഈ ഫിലോസഫിയും തിയോളജിയും അതുപോലെ എല്ലാ ഓളജിയും പഠിക്കുന്ന കാരണം ഈ ദർശനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് മനസ്സിലാക്കിയിട്ടുള്ളത് മനസ്സിൻ്റെ ഒരു വിഭ്രാന്തിയായിട്ടാണ്. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു ആലോചന പ്രകാരം 1 മാസത്തെ പ്രാർത്ഥനയ്ക്കായി ഞാൻ ബാംഗ്ലൂരിൽ ഇദ്ദേഹം ചേർന്ന് നിന്ന ആ ന്യൂ ലൈഫ് ഫെലോഷിപ്പിൻ്റെ ക്വാർട്ടേഴ്സിൽ പോയി. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ട ദർശനം, യോർദാൻ നദിയിൽ സ്നാനപ്പെടുന്ന കർത്താവിനെയാണ് പരിശുദ്ധാത്മാവ് ദൈവം എനിക്ക് കാണിച്ചു തന്നത്. എൻ്റെ മൂടുപടം അതോടുകൂടി മാറി. ഞാൻ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, റാഫി, ഞാൻ കാണുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ കണ്ടല്ലോ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. അപ്പോഴദ്ദേഹം പറഞ്ഞു, പരിശുദ്ധാത്മാവ് ദൈവമാണ് ഞാൻ പറഞ്ഞ ആ സത്യം കാണിച്ചു തരുന്നത്. അച്ഛന് തടസ്സം സ്നാനമായിരുന്നു. ആ സ്നാനം പരിശുദ്ധാത്മാവ് ദൈവം കർത്താവ് സ്നാനപ്പെടുന്നത് കാണിച്ചു തന്നെങ്കിൽ ഇനി അച്ഛൻ്റെ തീരുമാനമാണ്. അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ തിരിച്ച് ആശ്രമത്തിൽ വന്നു. അത് കണ്ണൂർ ബർണശ്ശേരി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ആണ് കപ്പൂച്ചിൻ സഭയുടെ ഒരാശ്രമം. അവിടെ പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണൂരിൽ വന്ന് ആശ്രമത്തിലായിരിക്കുമ്പോൾ തന്നെ കണ്ണൂരിലുള്ള ഒരു കണ്ണുനീർ പുഴയിൽ ഈ ദൈവദാസൻ എന്നെ സ്നാനപ്പെടുത്തി. ഞാൻ സ്നാനപ്പെടുന്ന സമയത്ത് ഞാൻ ഉപദ്രവിച്ച ദൈവമക്കൾ പുഴക്കരികിലുണ്ടായിരുന്നു. അന്ന്
ഒരു ഫോട്ടോ കൂടി എടുത്തു. ഞാൻ സ്നാനപ്പെടുന്ന ഫോട്ടോ. സ്നാനപ്പെട്ട് 1 മാസത്തോളം ഞാൻ ആശ്രമത്തിലുണ്ടായിരുന്നു. കാരണം എനിക്ക് 2 കമ്മിറ്റ്മെൻറ്റ് തീർക്കാനുണ്ടായിരുന്നു. ഒന്ന്, ധ്യാനഗുരു എന്നുള്ള നിലയിൽ കണക്ക് കൊടുക്കണം. കണക്ക് കൊടുക്കാതെ പോയാൽ അവർ പറയും ഞാൻ പണം ഒഴിച്ചിട്ട് പോയെന്ന് പറയും. എൻ്റെ കർത്താവിൻ്റെ നാമം ദൂഷിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചില്ല. 2, ഞാൻ ഏറ്റവും അവസാനമായിട്ട് ധ്യാനിപ്പിച്ചത് ചങ്ങനാശ്ശേരി രൂപതയിലെ 3000 കാറ്റക്കിസം സ്റ്റുഡൻസിനെയാണ്. ഈ പ്രോഗ്രാം എന്നെ ഏൽപ്പിച്ചത് കാവാല കണ്ണാടി പള്ളിയിൽ ഇരുന്ന ജെയിംസ് അച്ഛനാണ്. കുട്ടികളുടെ പ്രോഗ്രാം തീരാൻ ഞാൻ കാത്തു. എന്നാൽ ഒരു കാര്യം, പരിശുദ്ധാത്മാവ് ദൈവം എന്നെ ബോധ്യമാക്കിയത്, പഠിപ്പിച്ചത്, ക്രിസ്തു മതത്തിലെ തെറ്റും ദൈവവചനത്തിലെ സത്യമാണ്. എന്താണ് ക്രിസ്തു മതത്തിലെ തെറ്റ്? ക്രിസ്തു മതത്തിലെ തെറ്റെന്ന് പറയുന്നത് അപ്പൻ്റെ അപ്പൻ അപ്പൂപ്പൻ, അമ്മയുടെ അമ്മ മുതുമുത്തശ്ശി എന്ത് പറഞ്ഞോ എന്ത് ചെയ്തോ അതേ നമ്മൾ ചെയ്യൂ. എന്നാൽ ഈ മുതുമുത്തശ്ശനും മുതുമുത്തശ്ശിയും പറയുന്നതും ചെയ്യുന്നതും ബൈബിളിലുണ്ടോ എന്ന് നമ്മൾ ആരും നോക്കാറില്ല. അങ്ങനെ ധ്യാനം കഴിഞ്ഞു. എന്നാൽ വചനപ്രകാരം വചനവിരുദ്ധമായിട്ടുള്ള ഒരു ആചാര അനുഷ്ഠാനത്തിനും ഞാൻ നിന്നില്ല. കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം ആയതുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് കുറച്ച് നല്ല മെസ്സേജ് അവർക്ക് പങ്കുവച്ചു. എന്നാൽ കുർബാനയും കുമ്പസാരമൊക്കെ ഞാൻ മറ്റു പുരോഹിതന്മാരെ ഏൽപ്പിച്ചു. അവരുടെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞു. ഞാൻ തിരിച്ച് ആശ്രമത്തിൽ വന്നു. ആശ്രമത്തിൽ വരുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങളുടെ ആ ധ്യാനം കഴിഞ്ഞപ്പോൾ എൻ്റെ ആശ്രമത്തിൽ നിന്ന് ഫോൺ കോൾ, അവിടുത്തെ സുപ്പീരിയർ ജോസഫ് ഡി ക്രൂസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ക്രിസ്മനച്ച, ഇവിടെ നമ്മുടെ ആശ്രമത്തിൽ ചുറ്റുമുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഭയങ്കര ബഹളം. ഒരു പെന്തക്കോസ് മാഗസിനും കാണിച്ചുകൊണ്ട് ആ മാഗസിൻ്റെ അകത്ത് അച്ഛനൊരു പുഴയിൽ ഇങ്ങനെ മുങ്ങിപ്പോക്കുന്ന ഒരു ഫോട്ടോ. ഇതെന്താ പരിപാടി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ, ഞാനത് കർത്താവിൻ്റെ വചനപ്രകാരം സ്നാനപ്പെടുന്ന ഫോട്ടോയാണ്. സ്നാനോ? അതെ, കർത്താവ് യോർദാനിൽ സ്നാനപ്പെട്ട പോലെ ഞാനും സ്നാനപ്പെട്ട് പൊങ്ങി വരുന്ന ഫോട്ടോയാണ് കാണുന്നത്. അച്ഛൻ പറഞ്ഞു, ചതിച്ചല്ലോ താൻ. ഞാൻ പറഞ്ഞു, ഇല്ലച്ചാ, പരിശുദ്ധാത്മാവ് ദൈവം എന്നെ പഠിപ്പിച്ച വചനത്തിൻ്റെ സത്യം ദേശത്തോട് വിളിച്ചു പറയുവാനായിട്ട് ഞാൻ ആദ്യം എടുത്ത സ്റ്റെപ്പാണ്, തീരുമാനത്തിൻ്റെ ഫോട്ടോയാണ് കാണുന്നത്. ഞാൻ സ്നാനപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്ന ഫോട്ടോയാണ്. അങ്ങനെ രാത്രിക്ക് രാത്രി ഞാൻ ആശ്രമത്തിൽ വന്നു. ആശ്രമത്തിൽ വന്ന് അന്ന് എൻ്റെ മേലധികാരി ആയിരുന്ന ഗോഡ്വിൻ അച്ഛൻ, അദ്ദേഹമാണ് പ്രൊവിൻഷ്യൽ. ഇടവക വൈദികർക്ക് ബിഷപ്പാണ്, സന്യാസികളൊക്കെ പ്രൊവിൻഷ്യലാണ്. ഞങ്ങളുടെ മേൽ അധികാരം ഈ പ്രൊവിൻഷ്യൽ അച്ഛനാണ്. അച്ഛനൊരു റെസിഗ്നേഷൻ ലെറ്റർ ഞാൻ എഴുതി. ഇത്രയും നാൾ കപ്പുച്ചിൻ സഭ എനിക്ക് നൽകിയ നന്മകൾക്കും വിദ്യാഭ്യാസത്തിനും എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദിയുള്ളവനാണ്. ഇന്നു മുതൽ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് പോവുകയാണ്, എന്നെ അനുഗ്രഹിച്ചയക്കണമേ എന്നും പറഞ്ഞൊരു റെസിഗ്നേഷൻ ലെറ്റർ. അച്ഛൻ്റെ മറുപടിക്കായി ഞാൻ കാത്തു. 3 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ഫോൺ കോൾ. അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ക്രിസ്മസ് അച്ഛൻ ലെറ്റർ കിട്ടി, ഞാനത് വായിച്ചു. താൻ സ്നാനപ്പെട്ടെന്നോ പെന്തക്കോസിൽ ചേരാൻ പോകുന്നെന്നോ ഒക്കെ കേട്ടു. എന്നോട് പറയാണ്, അച്ഛൻ എങ്ങും പോകണ്ട, അച്ഛൻ സ്നാനപ്പെട്ടൊന്നും പ്രശ്നമല്ല. അച്ഛൻ പോയാൽ താൻ എങ്ങനെ ജീവിക്കും? ഞാനും പ്രൊവിൻഷ്യൽ അച്ഛനുമായിട്ട് ഭയങ്കര ഒരു പിതാവും മോനുമായിട്ടുള്ള ബന്ധമായിരുന്നു. എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര സ്നേഹമായിരുന്നു. ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാൻ പോകുന്നത് ഒരു മനുഷ്യൻ്റെ വേലയ്ക്കായിട്ടല്ല, ഞാൻ പോകുന്നത് ജീവനുള്ള ദൈവമായ കർത്താവിൻ്റെ വേലയ്ക്കായിട്ടാണ്. അപ്പോഴെന്നോട് പറഞ്ഞത്, താൻ പോയാൽ എങ്ങനെ ജീവിക്കൂടോ? തൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ.
അപ്പോൾ ഈ സന്യാസ സമൂഹത്തിൻ്റെ പ്രത്യേകത, നോ പേഴ്സണൽ ഏണിങ്സ്. സ്വന്തമായിട്ട് ഒരു സമ്പാദ്യമില്ല, എല്ലാം പൊതു ഖജനാവിൽ നിന്നാണ് നമ്മൾ തരുന്നത്. നമ്മൾ കിട്ടുന്നത് നന്മകൾ കൊണ്ട് ആശ്രമത്തിൽ കൊടുക്കണം. അപ്പോൾ കൊണ്ട് പേഴ്സണൽ ഏണിങ്സ് ഇല്ല. അപ്പോഴും ഞാൻ പറഞ്ഞു, അച്ഛാ, ഏലിയാവിനെ പോറ്റിയത് കാക്കയാണ്, ആ കാക്ക എന്നെയും പോറ്റും. അപ്പോൾ അച്ഛൻ പറഞ്ഞെന്താണെന്നറിയോ? ഇവിടെ വചനമൊക്കെ പറയാൻ എളുപ്പമാ, താൻ ഇറങ്ങി പൊള്ളുമ്പോൾ പഠിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ, ഇല്ലച്ചാ, ഞാൻ പോകുന്നതാ, സ്തോത്രം, ഈ മാറ്റമില്ലാത്ത സത്യം ദേശത്ത് വിളിച്ച് പറയാനാണ്. അങ്ങനെ ഭയങ്കര സങ്കടത്തോടെ അച്ഛന് എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനൊന്നും പറയുന്നില്ല, അച്ഛൻ്റെ തീരുമാനം. അങ്ങനെ വിശുദ്ധ പൗലോസിനെ പോലെ സകലം ചപ്പും ചവറുമായി എണ്ണി ഞാൻ നേരെ ചെല്ലുന്നത് എൻ്റെ വീട്ടിലേക്കാണ്. എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് 10 മക്കളാണ്. 7 ആണും 3 പെണ്ണും. 12 പേരായിരുന്ന അതിൽ 2 പേര് വളരെ ചെറുപ്പത്തിലെ 2 പെൺകുട്ടികൾ മരിച്ചുപോയി. ഞാൻ 7ാമനാണ്. എൻ്റെ മാതാപിതാക്കൾ പഴയ ഗവൺമെൻറ്റാണ്. ഇപ്പോഴല്ലേ നമുക്കൊന്ന്. ഞാൻ 7ാമൻ. സ്തോത്രം. അങ്ങനെ വീട്ടിൽ ചെന്ന ഒരാഴ്ചയായി. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ഞാൻ എൻ്റെ കുടുംബക്കാരോട് പറഞ്ഞില്ല. കാരണം എന്നേക്കാൾ വിരോധികളാണ് എൻ്റെ കുടുംബക്കാർ പെന്തക്കോസിന്. അപ്പോൾ ഒരു കുടുംബത്തിലെ പുരോഹിതൻ, പ്രത്യേകിച്ച് കത്തോലിക്ക പുരോഹിതൻ പെന്തക്കോസിൽ പോയെന്ന് പറഞ്ഞാൽ ഇതേപോലുള്ള ഒരു അപരാധം വേറെയില്ല. അപ്പോൾ അതൊന്നും ഞാൻ ആരോടും പറഞ്ഞില്ല. എന്നാൽ ഞാൻ വീട്ടിലായപ്പോൾ ഒരാഴ്ചയായി എന്നെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അച്ഛന്മാരും ഞാൻ ധ്യാനിപ്പിച്ചിട്ടുള്ള കന്യാസ്ത്രീകളും എൻ്റെ കുടുംബത്തിൽ, ആലപ്പുഴ കാഞ്ഞിരഞ്ചിറ കുടുംബത്തിൽ വന്നു എന്നെ തിരികെ കൊണ്ടുപോകാനായിട്ട്. അച്ഛന്മാരും കന്യാസ്ത്രീകളും വന്നപ്പോൾ എൻ്റെ സഹോദരങ്ങളെല്ലാം കൂടി തറവാട്ടി വന്നു. അച്ഛന്മാർ വന്ന സന്തോഷത്തോട് എല്ലാവരും ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛന്മാർ പറഞ്ഞു, ഞങ്ങൾ വന്നത് ഒരു കാര്യം പറയാനാണ്. ക്രിസ്മനച്ഛ, അച്ഛൻ ഒരു കാരണവശാലും കത്തോലിക്ക സഭ വിട്ടുപോകരുത്. അച്ഛനെ പോലുള്ള ധ്യാനഗുരു എന്നെ നഷ്ടപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് അച്ഛൻ തിരികെ വരണം. ഇത് പറയുമ്പോൾ ഞാൻ അച്ഛന്മാരെ അല്ല നോക്കിയത്, എൻ്റെ കുടുംബക്കാരെയാണ് ശ്രദ്ധിച്ചത്. അതുവരെ ചിരിച്ചു കൊണ്ടിരുന്ന എൻ്റെ സഹോദരങ്ങളുടെ മുഖം ഈ വാർത്ത കേട്ടോടുകൂടി എന്നെ കടിച്ചു കീറി തിന്നാനുള്ള ദേഷ്യമായി. ഞാൻ അച്ഛന്മാരോട് പറഞ്ഞു, ഞാൻ തിരികെ വരാം, പക്ഷെ ഒരു കണ്ടീഷൻ. ഇനി ഞാൻ വന്നാൽ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന വചനമായിരിക്കില്ല ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. പരിശുദ്ധാത്മാവ് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്ന തിരുവചനം ഞാൻ ജനങ്ങളോട് വിളിച്ചു പറയും. നിങ്ങൾക്കതിന് സമ്മതമാണോന്ന് ചോദിച്ചു. അപ്പം അച്ഛന്മാർ പറഞ്ഞെന്താണെന്ന് അറിയാമോ? അങ്ങനെയാണ് ക്രിസ്പിനച്ഛൻ വരണ്ട. കത്തോലിക്ക സഭയിൽ നിന്നാൽ സഭയ്ക്കൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തെ ചാരി നിന്നുകൊണ്ടേ വചനം പ്രഘോഷിക്കാൻ പറ്റൂ, അല്ലാതെ വചനം പറയാൻ പറ്റില്ല. ഇന്നും അങ്ങനെ തന്നെയാണ്. ഒത്തിരി ധ്യാനഗുരുക്കന്മാരെ നിങ്ങൾ യൂട്യൂബിൽ കാണുന്നില്ലേ? ഇവരിൽ പലർക്കും ഈ സത്യം അറിയാം, പക്ഷേ അവർക്ക് സത്യം പറയാൻ പേടിയാ. ഒന്നാമത് സമൂഹത്തെ പേടി, പിന്നെ മനുഷ്യനെ പേടി, ഈ കുടുംബക്കാരെ പേടി, പിന്നെ ലഭിച്ചിരിക്കുന്ന സ്ഥാനമാനങ്ങൾ അതെല്ലാം നഷ്ടമാകും. അപ്പോൾ ഏകമധ്യസ്ഥൻ യേശുക്രിസ്തുവാണെന്ന് പറയുകയും ചെയ്യും. മറ്റു മധ്യസ്ഥന്മാർ നമുക്ക് വേണമെന്നും പറഞ്ഞില്ല എങ്കിൽ അച്ഛൻ്റെ കാര്യം കട്ടപ്പോകയായിരിക്കും. സ്തോത്രം. അപ്പോൾ എല്ലാവർക്കും ഈ സത്യം അറിയാം, പക്ഷെ സത്യം പറയാൻ പേടിയാ. അങ്ങനെ എന്നെ തിരികെ കൊണ്ടുപോകാൻ വന്ന അച്ഛന്മാര് വളരെ സങ്കടത്തോടെ തിരികെ പോയി. പക്ഷെ എൻ്റെ കുടുംബക്കാരെന്നെ വിട്ടില്ല. സ്തോത്രം. ഇനിയാണ് കുരിശ്. സ്തോത്രം. ഞാൻ കർത്താവിൻ്റെ
ശിഷ്യത്വത്തിന് കൊടുക്കേണ്ടി വന്ന വില ഞാൻ അറിയുന്നത്, ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്തെന്ന് ഞാൻ അറിഞ്ഞത് എൻ്റെ കുടുംബത്തിൽ നിന്നാണ്. എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ ഒറ്റപ്പെട്ടു. എനിക്ക് തന്നിരുന്ന ആ ബഹുമാനത്തോടുള്ള സംസാരം നഷ്ടപ്പെട്ടു. ഞാൻ വീട്ടിലെ കുടുംബക്കാർക്ക് അപരാധം പ്രവർത്തിച്ചൊരു വ്യക്തിത്വമായി. അവർക്ക് എന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. എൻ്റെ അമ്മ പറഞ്ഞു, നിന്നെ ഞാൻ പ്രസവിച്ചിട്ടില്ല, നീ എൻ്റെ മകനുമല്ല. അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലെന്ന് അരുളി ചെയ്ത ദൈവം ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. പെറ്റമ്മ മറന്നാലും മറക്കാത്തൊരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിൻ്റെ പേരാണ് യേശു ക്രിസ്തു. അനാഥനായി നിന്നെ ഞാൻ വിടത്തില്ല. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മളെ തെരഞ്ഞെടുത്തെങ്കിൽ നാം ആ കർത്താവിൻ്റെ സുവിശേഷത്തെ പ്രതി, കർത്താവിൻ്റെ നാമത്തെ പ്രതി ഏൽക്കേണ്ടി വരുന്ന എല്ലാ പീഡനങ്ങളും സഹിക്കാനുള്ള ശക്തി ദൈവം തന്നിരിക്കും. അത് കർത്താവിൻ്റെ വാഗ്ദത്തമാണ്. സ്തോത്രം. എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞതാ, അത് ആ ഒരു വാക്ക് ഇന്നും എന്നെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ട്. ഇറങ്ങടാ പട്ടി ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ്. അച്ഛാന്ന് വിളിച്ചിരുന്ന, ബഹുമാനത്തോടെ വിളിച്ചിരുന്ന ആ വായിന്ന് വന്ന വാക്കാണത്. അതോടുകൂടി ഞാൻ തകർന്നു. ഞാൻ ഒത്തിരി വേദനിച്ചു. എന്നാൽ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഇതെല്ലാം സഹിക്കാനുള്ള ശക്തി നീ എനിക്ക് തരണം. ഈ കുത്തുവാക്കെന്ന് പറയുന്നുണ്ടല്ലോ, അത് കേട്ട് അനുഭവിക്കണം. എന്തിനാ? യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു എന്നുള്ള ഒറ്റ കാരണം. പ്രത്യേകിച്ച് ഒരു പുരോഹിതൻ ഇങ്ങനെ ഒരു അനുഭവത്തിൽ വരുമ്പോൾ കുത്തുവാക്കിൻ്റെ അങ്ങേയറ്റത്തെ വാക്കായിരിക്കും അത്. അപ്പോഴാണ് ശരിക്കും മനസ്സിലാക്കുന്നത് ഈ സഹോദരങ്ങളെന്ന് പറയപ്പെടുന്നവരുടെ ഒറിജിനൽ ലവ്, യഥാർത്ഥ സ്നേഹം എന്തെന്ന് അറിയണമെങ്കിൽ ആ വീട്ടിലിരിക്കുന്ന ബൈബിൾ എടുത്തൊന്ന് സ്നാനപ്പെട്ട് നോക്ക്. അപ്പോഴറിയ ഉന്നനാം വിടമാട്ടെ എന്നും പറഞ്ഞ ഒരു വരവുണ്ട്. അപ്പന്റെ രൂപത്തിൽ, അമ്മയുടെ രൂപത്തിൽ സ്നേഹിച്ച് തോളെ കൈയിട്ടവനാണ് തിരിഞ്ഞത്. അവനാണ് നികൃഷ്ടജീവിയായിട്ട് കണ്ടത്. തല്ലിക്കളിച്ച് ഒരു കുടുംബത്തിൽ സഹോദരങ്ങളെല്ലാം തല്ലിക്കളിച്ച് സ്നേഹത്തോടെ ജീവിച്ചിരുന്ന അന്തരീക്ഷത്തിൽ വാള് വന്ന് വീഴുന്നത്. നീ പെന്തക്കോസ് അനുഭവത്തിൽ വാ, കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക. കുടുംബക്കാരുടെ യഥാർത്ഥത്തിലുള്ള കളററിയും. സ്തോത്രം. അത് പേടിച്ച് പലരും സ്നാനപ്പെടാതിരിപ്പുണ്ട്. സ്നാനം സത്യമാണെന്നറിയാം. സമൂഹം ഒറ്റപ്പെടുത്തും, കുടുംബക്കാർ ഒറ്റപ്പെടുത്തും, മക്കൾ വീട്ടിൽ കയറ്റില്ല. യേശുവിന്റെ നാമത്തിൽ ആ മനുഷ്യഭയം വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ ഭയം വിട്ടുമാറട്ടെ. സ്തോത്രം. ഈ പറയപ്പെടുന്നവരാരും എനിക്ക് നിനക്ക് വേണ്ടി ചങ്ക് കീറി തന്നിട്ടില്ല. ഈ പറയപ്പെട്ടവരെല്ലാം, ഈ കുടുംബക്കാരെല്ലാം ശവക്കല്ലറ വരെ വരുള്ള അവിടെ വന്ന് ഇത്തിരി മണ്ണിട്ട് ടാറ്റ പറഞ്ഞങ്ങ് പോകും. എന്നാൽ ഈ രാത്രിയിൽ അതിനപ്പുറം വരാൻ കഴിവുള്ള കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മളോട് സംസാരിക്കുന്നത്. സഹോദരങ്ങളെ, ക്രിസ്ത്യാനി എന്ന് പറയാൻ എളുപ്പമാ, പക്ഷേ അതിനൊരു വില കൊടുക്കണം. അങ്ങനെ വില കൊടുത്ത്, കർത്താവിന് വേണ്ടി വില കൊടുത്ത് നിൽക്കുമ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റാ. ഓ ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദി ലോർഡ് ഈസ് ഗുഡ്. കർത്താവ് എത്ര മാധുര്യമുള്ളവനാണെന്ന് രുചിച്ചറിയണം. എല്ലാവരും ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചെന്ന് കരുതി സഹോദരി നീ ക്രിസ്ത്യാനി ആകില്ല. ക്രിസ്തുവിൽ ജനിക്കുന്നവനാണ് ക്രിസ്ത്യാനി.
അത് ജനിക്കുന്നതല്ല, ജനിപ്പിക്കുന്നതാണ്. ആര്? ദൈവവചനമാകുന്ന വിത്ത്. ഈ തിരുവചനത്തിന്റെ സത്യം അറിഞ്ഞിട്ട് രഹസ്യമായിട്ട് സ്നാനപ്പെടുന്ന പുരോഹിതന്മാരുണ്ട്. അത് ഇന്നുമുണ്ട്. ഒത്തിരി യാക്കോബ പുരോഹിതന്മാരുണ്ട്, ഓർത്തഡോക്സിലെ പുരോഹിതന്മാരുണ്ട്, മാർത്തോമയിലെ അച്ഛന്മാരുണ്ട്, CSIയിലെ അച്ഛന്മാരുണ്ട്. ഈ പറയപ്പെട്ട സമൂഹങ്ങളിലെ അച്ഛന്മാർക്ക്, കാത്തലിക് പുരോഹിതന്മാരെക്കാൾ കുറെ കൂടി ഈ ദൈവവചനമായിട്ട് ബന്ധമുള്ളവരാണ്. ചിലർക്ക് അത് സത്യമാണെന്നറിയാം. അവർ രഹസ്യത്തിൽ സ്നാനപ്പെട്ടിട്ട് പൊങ്ങാൻ വേണ്ടി ഇരിക്കുന്നവരുണ്ട്. പക്ഷെ ജനത്തിനോട് പറയാൻ പേടിയായിട്ടുള്ളവരുമുണ്ട്. സ്തോത്രം. അതൊക്കെ പിന്നീട് വരാം. ഇവിടെ പരിശുദ്ധാത്മാ പറഞ്ഞത്, പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവന്റെ ആദരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടത്, ഉപദേശം അവനോട് ചോദിച്ച് പഠിക്കേണ്ടതുമല്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് ദൈവം പഠിപ്പിക്കുന്നത് ഈ പുസ്തകത്തിൽ നിന്നാണ്. അതുകൊണ്ട് കൊളോസ്യ ലേഖനം പറയുകയാണ്, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ. ഇറ്റ്സ് എ വാർണിംഗ്. സൂക്ഷിപ്പിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമല്ല. ചെയ്തു കൂട്ടുന്ന ആചാര അനുഷ്ഠാനങ്ങളൊന്നും ഈ പുസ്തകവുമായിട്ട് ബന്ധമുള്ളതല്ല, യേശു ക്രിസ്തുവായിട്ട് ബന്ധമുള്ളതല്ല. സ്തോത്രം. അപ്പോൾ മനുഷ്യന്റെ ന്യായവിധി ഈ പുസ്തക പ്രകാരമാണെങ്കിൽ, നിത്യതയിൽ എത്തണമെങ്കിൽ ഈ പുസ്തകവുമായിട്ട് ബന്ധമുണ്ടായിരിക്കണം. ചിലര് ബൈബിള് വായിച്ച് നരകത്തിൽ പോകും, ചിലര് ബൈബിള് കൈ പിടിച്ചോട്ട് നരകത്തിൽ പോകും. മൂന്നാമതൊരു ഗ്രൂപ്പുണ്ട്, ഇതിൽ പറയുന്നത് പ്രമാണിച്ച് നിത്യതയിൽ എത്തും. അതുകൊണ്ടാ വെളിപ്പാട് പുസ്തകം 1:3 പറയുകയാണ്, ഈ പ്രവചന ഗ്രന്ഥം വായിക്കുകയും വായിച്ച് കേൾപ്പിക്കുകയും അത് പ്രമാണിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ഇതിൽ പറയുന്നത് അനുസരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് വില കൊടുക്കണം. സ്തോത്രം. അതുകൊണ്ട് ആവർത്തന പുസ്തകം 11 മുതൽ 30-ാം അധ്യായത്തിന്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്, ഡ്യൂട്ടറോണമി 30:30 11-14, 11 മുതൽ 14 വരെ. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ കൽപ്പന നിനക്ക് പ്രയാസമുള്ളതല്ല, ദൂരമായുള്ളതുമല്ല. ഈ ബൈബിൾ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യത്തെക്കുറിച്ചായി പറയുന്നേ. ഒരു കാര്യം ഞാൻ പറയാം. ഓർത്തഡോക്സിലെ ഒരു പുരോഹിതന്റെ മകൻ, അവൻ സത്യം പറഞ്ഞ് പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്ന് സ്നാനപ്പെട്ട് അവന്റെ കുടുംബത്തിൽ നിന്ന്, അവന്റെ സമൂഹത്തിൽ നിന്ന് ഭയങ്കര പീഡനം അവൻ ഏൽക്കേണ്ടി വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ എന്നെക്കുറിച്ച് അറിഞ്ഞത്. ആ മകൻ പലപ്പോഴും എന്നെ വിളിച്ച്, അവന് കൂടുതൽ ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോൾ എന്നെ വിളിച്ച് ശക്തിപ്പെടുമായിരുന്നു. അങ്ങനെ അവൻ്റെ അച്ഛൻ്റെ അപ്പൻ, അതായത് അപ്പൻ എന്ന് പറയുന്ന അച്ഛൻ്റെ കണ്ടീഷൻ ഇതാണ്, നിന്റെ പെന്തക്കോസ് പരിപാടിയൊന്നും ഇവിടെ നടക്കത്തില്ല, പള്ളിയിലെ ആചാരപ്രകാരം തന്നെ ആയിരിക്കണം നിന്റെ വിവാഹം. അപ്പോഴാ ആ മകൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്, പള്ളിയിൽ പോയി കെട്ടണമെന്നാണ് പറയുന്നത്, ഞാൻ എന്താ ചെയ്യുക, എനിക്ക് സത്യം അറിഞ്ഞ് എനിക്കത് ചെയ്യാൻ മനസ്സ് വരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, കർത്താവിനോട് പ്രാർത്ഥിക്ക്, നിന്നെ പോലെ ഒരു രഹസ്യ വിശ്വാസിയെ കർത്താവ് നിനക്ക് തരും. അതുപോലെ തന്നെ ഇവനെ പോലെ പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്ന ഒരു ഓർത്തഡോക്സ് പെൺകൊച്ചിനെ കർത്താവ് അവന് കൊടുത്തു. അവളും പേടിയാണ്, സ്നാനപ്പെട്ട പെണ്ണ. ആ കല്യാണത്തിന് ഒരുങ്ങി അവ എന്നെയും വിളിച്ചു, ഞാൻ പോയി. റാന്നിയിൽ വെച്ചായിരുന്നു കല്യാണം. പള്ളിയിലെ വലിയ പ്രധാനിയാണ് ഈ പുരോഹിതൻ. ബിഷപ്പ് വന്നിട്ടുണ്ട്, ഒത്തിരി അച്ഛന്മാരൊക്കെ വന്നിട്ടുണ്ട്.
അപ്പോൾ പള്ളിയുടെ കവാടത്തിൽ ബിഷപ്പും അച്ഛനൊക്കെ ഇന്ന് വന്ന് നിൽക്കുകയാണ് ഇവനെ സ്വീകരിക്കാൻ. ഇവൻ കാറിൽ നിന്ന് ഇറങ്ങി ഈ പുസ്തകം, ഈ ബൈബിളും പിടിച്ചിട്ടാണ് ഈ അച്ഛൻ്റെ മകൻ കാറിൽ നിന്ന് പുറത്തിറങ്ങിയത്. ഞാൻ അടുത്ത് നിൽപ്പുണ്ട്. പള്ളിയിൽ കയറുന്നതിന് മുമ്പ് ഈ അച്ഛൻ, ഈ പള്ളിയിലെ അച്ഛൻ വന്നിട്ട് അവന്റെ ചെവിയോട് ചേർന്ന് പറഞ്ഞെന്താണെന്നറിയോ? നിന്റെ പെന്തക്കോസിലെ പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല, നിന്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം കാറിൻ്റെ അകത്തിട്ട് കയറടാന്ന്. എന്താ പറഞ്ഞേ? ഈ ബൈബിള് പിടിച്ചോണ്ട് പള്ളിയിലോട്ട് നീ കയറണ്ട, അത് നീ വന്ന കാറിൻ്റെ അകത്തിട്ടോ കയറിയാ മതിയെന്ന്. അപ്പോഴെൻ്റെ പൊന്നച്ച, അച്ഛൻ്റെ മകൻ്റെ പ്രായമുള്ള മക്കളെല്ലാം തിത്തരികട തെയ്യെന്നും പറഞ്ഞ് തലയും കൊത്തി വെള്ളവും അടിച്ച് കഞ്ചാവും അടിച്ച് കിറുങ്ങി ലോകത്തിനനുരൂപരായി ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് അച്ഛൻ്റെ മകൻ ഈ പുസ്തകം എടുത്തൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ അവൻ തീരുമാനിച്ചത്. അപ്പോഴവൻ്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം നോക്ക്, ഇതനുസരിക്കാൻ പറ്റില്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ടോ? കാണിച്ചു തരാം. അല്ല, ബൈബിൾ അനുസരിച്ച് ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടാവുന്നത് ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ ചെറുവരലെ നിർത്തുന്ന നീ. സ്തോത്രം. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ വചനത്തെ കളിയാക്കുകയും ദൈവവചനത്തെ കോട്ടിയത് കളയുകയും ചെയ്യുന്ന, അനുസരിക്കാൻ ഹൃദയ താല്പര്യമില്ലാത്ത ഒത്തിരി ക്രിസ്ത്യാനികൾ നമ്മളെ ഇടയിലുണ്ട്. ബൈബിൾ അനുസരിച്ച് ആർക്കും ഒന്നും ജീവിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പഠിപ്പിക്കുന്ന പുരോഹിതന്മാരുണ്ട്, എനിക്കറിയാം. സ്തോത്രം. പരിശുദ്ധാത്മാവിനെയാണ് നീ വെല്ലുവിളിക്കുന്നത്. അതിനുള്ള മറുപടിയാണ് ഡ്യൂട്രോണമി 30:11-14 വരെ. ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന ഈ കൽപ്പന നിനക്ക് പ്രയാസമുള്ളതല്ല, ദൂരമായുള്ളതുമല്ല. ഇന്ന് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെടുന്ന ഏക പുസ്തകം ഈ ബൈബിളാ. അത് ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെടുന്ന എവിടെയാണെന്ന് അറിയാവോ? ഈ പുസ്തകത്തിന് ലംഘനമുള്ള ഏക രാജ്യം, ഒത്തിരി രാജ്യങ്ങളുണ്ട്, എന്നാൽ അതിൽ അറിയപ്പെടുന്ന രാജ്യമാണ് ചൈന. ചൈനയിലാണ് ഈ പുസ്തകം ഏറ്റവും കൂടുതൽ പ്രിന്റ് ചെയ്യുന്നത്. സ്തോത്രം. അതാണ് ദൈവവചനത്തിന്റെ പ്രത്യേകത. സ്തോത്രം. മനുഷ്യന്റെ ന്യായവിധി ഈ പുസ്തകപ്രകാരമാണ്. അതുകൊണ്ട് ഈ സത്യം ഞാൻ അറിഞ്ഞില്ല എന്നാരും പറയാതിരിക്കാൻ, ഞങ്ങൾ കേട്ടനുസരിക്കേണ്ടതിന് 30:12 ഞങ്ങൾ കേട്ടനുസരിക്കേണ്ട 6 സ്വർഗത്തിൽ കയറി കൊണ്ടുവന്ന് തരുമെന്ന് പറയത്തക്കവണ്ണം അത് സ്വർഗത്തിലല്ല, നമ്മളുടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു. സ്തോത്രം. ഇന്നും ഈ പുസ്തകം ഔട്ട്ഡേറ്റ് ആണ്. ഇത് അപ്ഡേറ്റ് ചെയ്യണോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടതല്ലയോ? ഈ ആധുനിക യുഗത്തിൽ ഇതിന് റിന്യൂ ചെയ്യണം എന്നും പറഞ്ഞ് ഇതിനോട് ആഡ് ചെയ്യാനും എടുത്തു മാറ്റാനും ഒക്കെ നടക്കുന്ന സുവിശേഷ കള്ളന്മാരുണ്ട്. സ്തോത്രം. കളിക്കുന്നത് തീയോടാണ്. ഞാനും നീ നശിച്ചാലും നശിക്കാത്തത് സ്വർഗത്തിൽ നിന്ന് സ്ഥിരമായിരിക്കുന്ന പുസ്തകമാണിത്. ഞങ്ങൾ കേട്ടനുസരിക്കേണ്ടത് 6 സ്വർഗത്തിൽ കയറി കൊണ്ടുതരുമെന്ന് പറയത്തക്കവണ്ണം അത് അവിടെ അല്ല. താഴ്ത്തു പറയണേ, ഞങ്ങൾ കേട്ടനുസരിക്കേണ്ടത് 6 സമുദ്രം കടന്ന് കൊണ്ടുവന്ന് തരുമെന്ന് പറയത്തക്കവണ്ണം അത് സമുദ്രത്തിൽ അക്കരെയുമല്ല. ഇനി ഇത് പഠിക്കാനായിട്ട് MA, MA, PhD, DDT വരെ എടുത്ത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആൾക്കാരിപ്പുണ്ട്. സ്തോത്രം. ഇനി ബൈബിളിനെ കുറിച്ച് ഡിഗ്രി എടുത്തിട്ട് വാതുറന്നൊരു വാക്ക് പറയാൻ പറ്റാത്ത അണ്ണന്മാരും ഉണ്ട്. സ്തോത്രം. വാതുറന്ന് 10 വാക്ക് പറയണമെങ്കിൽ ഇതെഴുതിയ ആത്മാവ് വേണം സംസാരിക്കാൻ. ഇതെഴുതിയത് 40 വ്യക്തികളാണെങ്കിൽ എഴുതിപ്പിച്ചത് പരിശുദ്ധാത്മാവാ. അതുകൊണ്ട് ദൈവവചനത്തിന്റെ ഗ്രന്ഥകർത്താവ് ഒരു സഭയല്ല, ഒരു സഭയ്ക്കും ആ ഒരു എന്താ പറയുക അധികാരം കൊടുത്തിട്ടില്ല. ശിഷ്യനാണ് അധികാരം. ആൻഡ് ഹൂ ഈസ് ദ ഡിസൈബിൾ? ലേറ്റർ ഓൺ നമ്മൾ അത് പഠിക്കും. 14ാമത്തെ വാക്യം, നീ അനുസരിപ്പാൻ തക്കവണ്ണം വചനം നിനക്ക് ഏറ്റവും സമീപത്ത്, നിന്റെ കുടുംബത്തിൽ മടിയിൽ
നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു. ആമേൻ. ചേർന്നൊരു ആമേൻ പറ. ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യന്റെ ന്യായവിധി സുവിശേഷ പ്രകാരമാണ്. സ്തോത്രം. അപ്പോൾ അതുകൊണ്ട് ഈ വചനം അനുസരിക്കാൻ സാധിക്കില്ല എന്ന് ആരെങ്കിലും നിന്നോട് പറയുന്നുണ്ടെങ്കിൽ ഓർത്തോ, പച്ച പിശാചായിട്ട് അവൻ വന്ന് പ്രത്യക്ഷപ്പെട്ട് നിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഇത് മാത്രം അനുസരിക്കാൻ പറ്റത്തില്ല, ബാക്കിയെല്ലാം അനുസരിക്കാം അല്ലേ? ധനവാൻ നരകത്തിൽ പോയത്, യാതനാ സ്ഥലത്ത് പോയത് എന്താണെന്നറിയാവോ? സ്തോത്രം. ധനവാൻ ജീവിച്ചപ്പോൾ എയർ കണ്ടീഷനിലാണ് ജീവിച്ചത്. മരിച്ചപ്പോ കിട്ടിയത് ഫയർ കണ്ടീഷനാ. കാരണം എന്താ? ജീവിച്ചിരുന്നപ്പോ ഈ പുസ്തകമായിട്ട് ഒരു ബന്ധമില്ലായിരുന്നു.